വെൽക്കം ബാക്ക് ടു ഡിപ്ലോയ് ഹാപ്പിനെസ്. ഇനി മുതൽ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ജീവിതം വേണോ വേണ്ടേ? ഇത് പലർക്കും പറ്റുന്നൊരു അമളിയാണ്. അതായത് നമ്മളുടെ ഈ സോഷ്യൽ ലൈഫിൽ നമ്മളെല്ലാവരുമായിട്ട് ഇങ്ങനെ കമ്മിറ്റഡാണ്. അതായത് ഒരു സോഷ്യൽ ബീയിങ് എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവരുമായിട്ട് നമുക്ക് ബന്ധം വേണം. സൊസൈറ്റിയിൽ മറ്റുള്ളവരായിട്ട്, റിലേറ്റീവ്സായിട്ട്, നമ്മളുടെ ഇൻലോസായിട്ട് എല്ലാവരുമായിട്ട് നമ്മൾ നല്ല ഒരു ബന്ധം പുലർത്തി പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എസ്പെഷ്യലി മലയാളീസ്. വെസ്റ്റേൺ കൺട്രീസിൽ അത്രയില്ല. അവർ അവരുടേതായ കാര്യങ്ങളൊക്കെ മുൻതൂക്കം ചെയ്തിട്ടാണ് മക്കളായാലും മറ്റുള്ളവരായാലും അവർക്കാണ് പ്രാധാന്യം. നമ്മളുടെ ഇന്ത്യൻ കേരളയിൽ പ്രത്യേകിച്ച് നമ്മളുടെ കൂട്ടുകുടുംബമൊന്നുമില്ല, സിംഗിൾ ഫാമിലി ആണെങ്കിലും കുറേ ആളുകളായിട്ട് നമ്മൾ ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് മറ്റുള്ളവർക്ക് വളരെയധികം പ്രാധാന്യം നമ്മൾ കൊടുത്ത് അവസാനം നമുക്ക് അവരിൽ നിന്ന് പഴി കിട്ടാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നൊന്ന് നോക്കാം. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളുണ്ടാവും. നമ്മൾക്ക് മറ്റുള്ളവരായിട്ട് നമ്മൾ വളരെയധികം സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ അവരൊരു ഒരു ചതി അവർ ഉണ്ടാവും. എപ്പോഴും അകലെയുള്ള ആളുകളല്ല ചതിക്കുക. നമ്മളെ ഏറ്റവും കൂടുതൽ അടുത്ത ആളുകളാണ് നമ്മളെ പേരിൽ നമ്മളെ അവർ ജലസാവുകയും നമ്മളവർ ചതിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മളെ നോവിക്കാത്തവരും നമ്മളെ ചതിക്കാത്തവരായിരിക്കണം. അങ്ങനെയുള്ള ആളുകളായിട്ട് കൂട്ടുകൂടാൻ പാടുള്ളൂ. അല്ലാതെ എപ്പോഴും നമ്മളെ താഴ്ത്തിക്കെട്ടാനും നമ്മളുടെ ചതിക്കാനും ഒരുങ്ങി നമ്മളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ നമ്മൾ മാറ്റി നിർത്തുക. അതാണ് നമ്മളുടെ ജീവിതത്തിന് നല്ലത്. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമ്മളുടെ കൂടെ ചേർത്ത് നിർത്തുന്നവരായിരിക്കും ഇങ്ങനെ നമ്മളെ ചതിക്കുന്നത്. അപ്പോൾ ഇത്തിരി ഡിസ്റ്റൻസിൽ നിർത്തല്ല അവർ. പിന്നെ ഒരാൾക്ക് അവരുടെ ജീവിതം ഭയങ്കര ഇമ്പോർട്ടൻസാണ് നമ്മുടെ ആളുകൾക്ക് കൊടുക്കുന്ന ഓരോരുത്തർക്കും. അത്ര വേണ്ട, അത്ര എല്ലാവർക്കും നമുക്ക് നമ്മുടെ ജീവിതമാണ് നമുക്ക് പ്രധാനം. മറ്റുള്ളവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് അവരെ നന്നാക്കാൻ തന്നിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കൂട്ടത്തിൽ നമ്മളുടെ നല്ലതായ ആളുകളെ അടുത്ത് നിർത്തുന്നത് നമുക്ക് ഉപകാരപ്പെടും. പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രാധാന്യം കൊടുത്തിട്ട് നമുക്ക് പാരപണിയുന്നവരെ അകറ്റി നിർത്താം. പിന്നെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരാളായിട്ടൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ ഇഷ്ടമില്ല എന്നുള്ളത് പ്രകടിപ്പിക്കാനുള്ളൊരു തൻ്റെയാണ് നമുക്ക് വേണം. അല്ലെങ്കിൽ നമ്മളത് അവർ കേട്ടിട്ട് റാമൂളിയിട്ട് അതൊന്നും തിരിച്ച് നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മളെത്താൻ പാടില്ല. ഇപ്പോൾ ഒരു കാര്യം നമുക്ക് നോന്ന് പറയേണ്ട കാര്യമാണെങ്കിൽ അത് എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ, അത് നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയാനുള്ളൊരു ചങ്കൂറ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണത്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇങ്ങനെ താഴ്ത്തിക്കെട്ടി നമ്മൾ ആകെ നെഗറ്റീവ് ഒരു തോട്ടിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് പല തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടാകും. നമുക്ക് സങ്കടം വരും, നമുക്ക് സന്തോഷം, കരച്ചിൽ, ചിലപ്പോൾ എല്ലാ ഇമോഷൻസിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് കൺട്രോൾ ചെയ്യേണ്ട ആൾ നമ്മൾ തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ വീഴ്ച കിട്ടി കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ ഇമോഷൻസ് നമുക്ക് ദേഷ്യം വന്നു, ഒരാളെ ഒരാൾ നമ്മളെ വഴക്ക് പറഞ്ഞു, അയാൾ ഇമോഷൻസ് അയാൾ കൺട്രോൾ ചെയ്തില്ല, അതുകൊണ്ട് അയാൾ മറ്റുള്ളവരെ ദേഷ്യപ്പെടാൻ തുടങ്ങി. അപ്പോൾ അത് ഓരോരുത്തരെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം. അല്ലാതെ വീക്കായിട്ട് നമ്മൾ അവരുടെ മുന്നിൽ നമ്മളും ഒന്നുമല്ലാത്തൊരു ബിഗ് സീറോ ആയിട്ട് നിൽക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ലൈഫിൽ നമ്മൾ അച്ചീവേഴ്സ്, നമ്മളുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ, നമ്മളുടെ ജീവിതം നന്നായിട്ട് ഒഴുകാൻ, നല്ല ഹാപ്പിനെസ് കിട്ടാനൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യുക. അല്ല മറ്റുള്ളവർക്ക് വേണ്ടി വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് നിരാശയാണ് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ചെയ്യുക. പിന്നെ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തിയും നമുക്കൊരു വിശ്വാസം വേണം. നമ്മളെ തന്നെ നമ്മൾ വിശ്വസിക്കുക. നമ്മൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ദൃഢമായ ഒരു കാര്യം നമ്മളുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. ആ വിശ്വാസത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. അപ്പോൾ നമ്മളുടെ കാര്യങ്ങളെല്ലാം വേഗം തീർത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇനി ചില ആളുകളുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എപ്പോഴും ഡിപ്പെൻഡൻ്റ്. ഒരാൾ ആശ്രയമില്ലാതെ അയാൾക്ക് ജീവിക്കാൻ, അങ്ങനെ നമ്മൾ ഒരിക്കലും ആവരുത്. ഒരാളെ അയാളില്ലാതെ എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡ് തന്നെ ചേട്ടനില്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നും അല്ല. നമ്മളെപ്പോഴും നമ്മളുടേതായ കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യാൻ കൊച്ചു കുട്ടികളെ പോലും അതേപോലെ പഠിപ്പിച്ചെടുക്കണം. കാരണം എന്താണെന്നറിയാമോ, ഇപ്പോഴത്തെ ഇനി പുതിയ ഇതിൽ ഓരോരുത്തരും ഓരോ റെസ്പോൺസിബിലിറ്റി അവർ ചെയ്ത് അവരുടേതായ കാര്യങ്ങൾക്ക് അവർക്കൊരു കോൺഫിഡൻസ് ലെവൽ ഉയർത്തിക്കൊണ്ട് വരാൻ ഇപ്പോഴേ തന്നെ പേരൻസ് അവരെ ഹെൽപ്പ് ചെയ്യണം. പേരൻസും അങ്ങനെ ആവണം. ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, അത് ചീത്തയാണ്. ഇനി
കുറേ അധികം ഫ്രണ്ട്സ് ഉണ്ടായാൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ട, കുറേ അധികം ഫ്രണ്ട്സ്, അതിനൊക്കെ ഒരു ബൗണ്ടറി വെക്കണം. എന്നിട്ട് നമുക്ക് ഏറ്റവും ഇൻറ്റിമേറ്റ് ആയ ആളുകൾ മാത്രം നമ്മളുടെ മനസ്സിൻ്റെ ഇതിലേക്ക് ചേർക്കുക. എവിടെ പോകുമ്പോഴേ എവിടെ കണ്ട് എല്ലാവരുമായിട്ട് ഇങ്ങനെ ഒഴുകി നടക്കുന്നതിലും നല്ലത് നമുക്ക് സെലക്റ്റഡ് ആയ നമുക്ക് ചേർന്ന് നിൽക്കുന്ന 1 2 3 ഫ്രണ്ട്സ് നമുക്ക് വരിക. ബാക്കിയുള്ളവരൊക്കെ ഫ്രണ്ട്സ് തന്നെ, പക്ഷേ ഇത്തിരി ദൂരെ മാറ്റി നിർത്താനുള്ള അത് കുട്ടികളെയും നമ്മൾ പഠിപ്പിച്ചെടുക്കണം. ചില കുട്ടികൾക്കുണ്ട് ഒന്നിനും ഒരു തൻ്റെ ഇല്ലാതെ എല്ലാം അവർക്ക് മറ്റുള്ളവർ ചെയ്തു കൊടുക്കുന്ന രീതിയിലുള്ളത്. അത് വീട്ടിൽ നിന്നുള്ള ഒരു പരിചരണം കുട്ടികൾക്ക് കൊടുക്കണം. സെൽഫായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സെൽഫായിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്. അങ്ങനെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ചില കുട്ടികളുണ്ട് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ചാവാൻ നടക്കും, അവരെ കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിക്കില്ല അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പോസിറ്റീവായി തിങ്കിങ് നമുക്ക് തരുന്ന ആളുകളായിട്ട് കൂട്ടുകൂടാ. അല്ലാതെ നമ്മളെ ചതിക്കുന്നവരെ അല്ലെങ്കിൽ നമ്മളെ പിന്നോട്ട് പോകാൻ എപ്പോഴും നെഗറ്റീവായിട്ട് നമ്മളെ പറഞ്ഞ് നമ്മളെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന ആളുകളെ മാറ്റി നിർത്താനുള്ള ഒരു തൻ്റെ ഇടം കൂടെ നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ അത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ വളരെയധികം ആളുകൾ എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്കറിയാം അവരെ വരുന്ന വരവിൽ തന്നെ മനസ്സിലാവും അവരാകെ വിഷമത്തിൽ നിരാശയിലാണ് വരുന്നത്. വിശകലനം ചെയ്ത് വരുമ്പോഴാണ് അവർക്ക് ഫ്രണ്ട്സിൽ നിന്നുള്ള ചതി കിട്ടിയിട്ടുള്ളവരുണ്ട്, കുടുംബാംഗങ്ങൾ തന്നെ അവരെ കുത്തിയവർ, അവർക്ക് വിഷമം ഉണ്ടാക്കിയവരുണ്ട്. അങ്ങനെ നിരാശരെ ഉള്ളിലേക്ക് വീണ് അവർക്ക് ഇനിയൊരു ജീവിതമില്ല തകർന്ന് അടിഞ്ഞു വരുന്നവരും കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമുക്ക് ഫ്രണ്ട്സൊക്കെ വേണം, നമ്മളോട് ചേർത്ത് നിൽക്കുന്ന ഫ്രണ്ട്സ് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഈ ചെറിയ ടോപ്പിക്ക് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു.